ചെറുവത്തൂരിൽ UDF പ്രചരണ സംഘത്തെ ആക്രമിച്ചതായി പരാതി. സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെ തടയാനും ശ്രമമുണ്ടായി. സന്ദീപ് വാര്യർക്ക് വേണ്ടി 5 യുവാക്കൾ ദേഹത്ത് ബോർഡുകൾ കെട്ടി കാൽനടയായി പ്രചരണം നടത്തിവരികയാണ്. ഈ പ്രചരണ സംഘത്തെ തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തതായാണ് പരാതി. തൃക്കരിപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന കാൽനട പ്രചരണ പ്രവർത്തകരെ ആക്രമിച്ചതായി പരാതി. ബുധനാഴ്ച രാവിലെ 9:30 ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലാണ് സംഭവം. കഴിഞ്ഞ 3 ദിവസമായി സന്ദീപ് വാര്യർക്ക് വേണ്ടി 5 യുവാക്കൾ ദേഹത്ത് ബോർഡുകൾ കെട്ടി കാൽനടയായി പ്രചരണം നടത്തിവരികയാണ്. ഈ പ്രചരണ സംഘം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ തടയുകയും ആക്രമിക്കുകയും ചെയ്തതായാണ് പരാതി. CPM CITU സംഘമാണ് തടഞ്ഞു നിർത്തി ആക്രമിച്ചതെന്നാണ് പരാതി. പ്രചാരണ സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തു. പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന നൌഷാദ് ഇളമ്പാടിയെയും ഈ സംഘം ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെയും സംഘം തടയാൻ ശ്രമിച്ചു. എന്നാൽ തന്നെ തടയാനുള്ള ശ്രമത്തെ ചെറുത്ത സന്ദീപ് വാര്യർ അക്രമികളോട് പ്രതിഷേധം അറിയിച്ചു. ഇതിനിടയിൽ ചിലർ ചേർന്ന് അക്രമികളെ പിടിച്ചു നീക്കി. ജനാധിപത്യ രാജ്യത്തിൽ പ്രചരണം നടത്താനും വോട്ടഭ്യർത്ഥിക്കാനുമുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്ന ബോധ്യം ചെറുവത്തൂരിലെ CPM പ്രവർത്തകർക്കും ഉണ്ടാവണമെന്ന് സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ പറഞ്ഞു. തുടർന്ന് ചെറുവത്തൂർ ടൗണിലും ബസ്സുകളിലും കയറി മുഴുവൻ ജനങ്ങളോടും വോട്ട് അഭ്യർത്ഥിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.